ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ ഏതാണ്? ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെ എടുത്ത് നാസ പുറത്തുവിട്ട ചില ചിത്രങ്ങളാണ്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും വാട്സാപ്പിലും ഒക്കെ ആ ചിത്രങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു. അതിലൊരു ഫോട്ടോയിൽ നമ്മുടെ ഗാലക്സിയുടെ 13.1 മില്യൺ വർഷങ്ങൾക്ക് പുറകിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മറ്റൊന്നിനുള്ളിൽ ഒരു അന്യഗ്രഹത്തിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. അതിൽ ജലത്തിൻ്റെ അംശമുണ്ടെന്നും ഈ ടെലസ്കോപ്പിലെ ഫോട്ടോയിലൂടെ നിരീക്ഷണം നടത്തി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ടെലസ്കോപ്പിനെ കുറിച്ചും ഈ ടെലസ്കോപ്പ് കൊണ്ടെടുത്ത ചിത്രങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. $10 ബില്യൺ ചിലവഴിച്ച് 25 വർഷങ്ങൾ കൊണ്ടാണ് നാസ ഈ ടെലസ്കോപ്പിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് -266 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെലസ്കോപ്പിനുള്ളിലെ ഉപകരണങ്ങളും ഇതിലെ ലെൻസ് മറ്റ് സാധനങ്ങളൊക്കെ -220 ഡിഗ്രിയിൽ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലാണ് അതിനുള്ളിലെ എല്ലാ സംവിധാനങ്ങളും നാസ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇത് സൂര്യന് ചുറ്റും ഈ ടെലസ്കോപ്പ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഇത് സൂര്യന് നേരെ വരുന്നില്ല. ഇതിനിടയിൽ ഭൂമിയുണ്ട്. എപ്പോഴും ഭൂമിയുടെ മറുവശത്ത് കൂടി സഞ്ചരിക്കുന്ന തരത്തിലാണ് ഈ ഭ്രമണപഥത്തിൽ ഈ ടെലസ്കോപ്പിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു സൺഷെയ്ഡ് കൂടി ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സൺഷെയ്ഡിന് നമ്മുടെ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ വലിപ്പമാണ് ഉള്ളത്. ഇത്രയും വലിയ ഈ ടെലസ്കോപ്പിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന DSLR ക്യാമറകളുടെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം. അത് 22 മില്ലിമീറ്ററോ 35 മില്ലിമീറ്ററോ 55 മില്ലിമീറ്ററോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിലെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ 2500 ഇരട്ടിയാണ്. അതായത് 131.6 മീറ്റർ ആണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ടെലസ്കോപ്പിൻ്റെ ഗ്ലാസ് പ്രതലത്തിന് 705 കിലോഗ്രാം ഭാരമാണുള്ളത്. ഈ ടെലസ്കോപ്പിൽ പ്രധാനമായിട്ട് 2 ഇൻഫ്രാറെഡ് ക്യാമറകളാണ് ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. ഒന്നിൻ്റെ പേര് നിർക്യാം എന്നാണ്, അത് നിയർ ഇൻഫ്രാറെഡ് ക്യാമറയാണ്. മറ്റൊന്നിൻ്റെ പേര് മിർക്യാം എന്നാണ്, അത് മിഡ് ഇൻഫ്രാറെഡ് ക്യാമറയാണ്. ഈ 2 ക്യാമറകൾ ഉപയോഗിച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് ഈ ടെലസ്കോപ്പ് നാസയിലേക്ക് അയക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോകൾ പരസ്പരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഇൻഫ്രാറെഡ് ക്യാമറകളുടെയും പ്രവർത്തനവും ഇത് അയക്കുന്ന ഫോട്ടോകളുടെ ഗുണനിലവാരവും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ടെലസ്കോപ്പിലെടുത്ത് നാസ പുറത്തുവിട്ട ചിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഫോട്ടോയിൽ 2 നക്ഷത്രങ്ങളാണുള്ളത്. ഒന്ന് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രവും മറ്റൊന്ന് ഒരു പുതിയ നക്ഷത്രവും. ഈ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിൽ നിന്ന് സ്ഥിരമായിട്ട് പൊടിയും വാതകങ്ങളും ഒക്കെ ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ന് ഉറപ്പിക്കുന്നത്. ഈ 2 ക്യാമറകൾ എടുത്ത ഫോട്ടോയുടെ വ്യത്യാസം എന്ന് പറയുന്നത് നിർക്യാം ഉപയോഗിച്ചെടുത്ത ഫോട്ടോയിൽ ഒരു നക്ഷത്രത്തിനെ മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ മിർക്യാം ഉപയോഗിച്ചെടുത്ത ഫോട്ടോയിൽ 2 നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. ഈ 2 നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്ന ചിത്രത്തിലാണ് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിന് കൂടുതൽ വ്യക്തതയുള്ളത്. ഈ നക്ഷത്രങ്ങൾ മരണമടയുന്നു എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്കൊന്നും പുതിയ അറിവല്ല എന്നറിയാം. എന്നാൽ ചിലർക്ക് അതൊരു പുതിയ അറിവായിരിക്കും. മനുഷ്യൻ്റെ ജീവിത ചക്രം പോലെ തന്നെ നക്ഷത്രങ്ങൾക്കും ജീവിത ചക്രമുണ്ട്. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ പിന്നിട്ട് നമ്മൾ മരിക്കുന്നത് പോലെ നക്ഷത്രങ്ങളും മരിച്ചു പോവുകയാണ് പതിവ്. നമ്മുടെ സൂര്യനും ഇതുപോലെയുള്ള ഒരു നക്ഷത്രമാണ്. സൂര്യൻ ഇപ്പോൾ 4.5 മില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ട്. വളരെ ചെറുപ്പമാണ്. ഇനി ഒരു 5 മില്യൺ വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ സൂര്യൻ ചുട്ടുപഴുത്ത് അതിനടുത്തുള്ള വീനസിനെയൊക്കെ വിഴുങ്ങും എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ഒരു കാരണവശാലും ജീവിക്കാൻ കഴിയാത്ത അത്രയും വലിയ ചൂട് ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വർഷങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയല്ലേ. അതിനിടയിൽ നമ്മുടെ ശാസ്ത്രം വളർന്നു വലുതായി ഈ സൂര്യൻ്റെ സമീപത്ത് നിന്ന് ഭൂമിയെ കൂടുതൽ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് മാറ്റുവാനുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കും.
അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഭൂമിയെ മാറ്റി ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ സൂര്യൻ്റെ ഈ പ്രകാശത്തിൻ്റെ ചൂട് അവിടേക്ക് എത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഗാലക്സിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഫോട്ടോ കണ്ടിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ ഗാലക്സിയുടെ അറിവിലേക്ക്, ചരിത്രത്തിലേക്കുള്ള പുതിയ ഒരു വാതായനം തുറന്നിരിക്കുകയാണ് എന്ന്. ഈ ചിത്രം വളരെ എളുപ്പത്തിൽ എടുത്തതല്ല. നിർക്യാം ഉപയോഗിച്ച് ഈ ചിത്രം പകർത്താനായിട്ട് 12.5 മണിക്കൂറുകൾ എടുത്തു എന്നാണ് നാസ പറയുന്നത്. ഈ 12.5 മണിക്കൂറുകൾക്കുള്ളിൽ എടുത്ത നിരവധി തരംഗ ചിത്രങ്ങൾ സംയോജിപ്പിച്ച് വെച്ചാണ് ഇത്തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നാസ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ടെലസ്കോപ്പ് അവിടെ സ്ഥാപിച്ച് ഇത്രയും നാൾ കാത്തിരുന്ന് മണിക്കൂറുകൾ നീളുന്ന അധ്വാനത്തിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു മനോഹരമായിട്ടുള്ള ചിത്രം പകർത്തിയെടുത്തതെന്ന് നമ്മളിൽ പലർക്കും അറിവില്ലാതിരുന്ന കാര്യമാണ്. എന്തുമാത്രം കഷ്ടപ്പാടാണല്ലേ. ടെലിസ്കോപ്പൊക്കെ ഉണ്ടാക്കി സ്ഥാപിച്ചാലും പോരാ, ഒരു പടമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ പടമെടുക്കാൻ 12.5 മണിക്കൂർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് നിരവധി തരംഗങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി അതിനെ ഒന്നിച്ച് ചേർക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല. ഈ ടെലസ്കോപ്പും അത്ര ചെറിയ കളി അല്ലല്ലോ അല്ലേ. ഈ കാണുന്ന ഫോട്ടോയാണ് സ്റ്റീഫൻസ് ക്വിൻറ്റന്റ് എന്ന് പേരിട്ട ചിത്രം. ഇതില് ക്വിൻ എന്ന വാക്ക് 5 എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കോഡ് എന്ന വാക്ക് 4 എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഈ സ്റ്റീഫൻസ് ക്വിൻറ്റന്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ കാണുന്നത് 5 ഗാലക്സികളുടെ ഒരു ക്ലസ്റ്ററാണ്. അതിൽ ഏറ്റവും ഇടതുവശത്ത് കാണുന്ന ഗാലക്സി നമ്മളിൽ നിന്ന് 40 പ്രകാശ വർഷം അകലത്തിലാണ്. വലതുവശത്ത് കാണുന്ന ബാക്കിയുള്ള 4 ഗാലക്സികളും ഭൂമിയിൽ നിന്ന് 290 പ്രകാശ വർഷം ദൂരത്തിലുമാണ്. ഇനി നമ്മൾ കാണുന്നതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫോട്ടോ. ആ ഫോട്ടോയിൽ കാണുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ജനനമാണ്. ഇതിനിടയിൽ കൂടിയാണ് ശാസ്ത്രജ്ഞന്മാർ മറ്റൊരു കാര്യം കണ്ടെത്തിയത്. അതായത് മറ്റൊരു എക്സോ പ്ലാനറ്റ്, വാസ്പ് 96b എന്നാണ് ഈ എക്സോ പ്ലാനറ്റിന് ശാസ്ത്രജ്ഞന്മാർ പേര് നൽകിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 1150 പ്രകാശ വർഷം അകലെയാണ് ഈ എക്സോ പ്ലാനറ്റ് ഉള്ളത്. എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൂര്യനെ അല്ലാതെ മറ്റൊരു നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹത്തിനെയാണ് എക്സോ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഇൻഫ്രാറെഡ് ക്യാമറകൾ കൂടാതെ നിറിസ് എന്ന് പറയുന്ന മറ്റൊരു ക്യാമറ കൂടിയുണ്ട്. ഇതിനെ നിയർ ഇൻഫ്രാറെഡ് ഇമേജർ സ്ലിറ്റ്ലെസ് സ്പെക്ട്രോഗ്രാഫ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് പ്രകാശത്തിൻ്റെ തീവ്രതയും പ്രകാശത്തിൻ്റെ രശ്മികളുടെ വർണ്ണവ്യത്യാസങ്ങളുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലാംശമുണ്ടോ, മറ്റ് സാധ്യതകളുണ്ടോ എന്നൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്. ഈ ക്യാമറയിലൂടെ 6.5 മണിക്കൂർ കൊണ്ട് പകർത്തിയെടുത്ത ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വാസ്പ് 96b എന്ന് പറയുന്ന ഗ്രഹത്തിൽ ജലത്തിൻ്റെ അംശമുണ്ടെന്ന് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത്. നിങ്ങൾക്കറിയാം, നമ്മളുടെ മരങ്ങളുടെ ഇലകളൊക്കെ പച്ച നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മറ്റ് നിറങ്ങളെയൊക്കെ ആഗിരണം ചെയ്യുകയും പച്ച നിറത്തെ ഇത് പുറത്തേക്ക് വിടുകയും അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചെടികളുടെ ഇലകളൊക്കെ പച്ച നിറത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കടൽ നീല നിറത്തിൽ കാണുന്നതും ഇതേ സാധ്യത കൊണ്ട് തന്നെയാണ്. ബാക്കി എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുകയും നീല നിറത്തെ പ്രതിഫലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കടലിന് നീല നിറം ഉണ്ടാകുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതേ ശാസ്ത്ര തത്വം ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രഹത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നിറിസ് എന്ന് പറയുന്ന ഈ ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലൂടെ ശാസ്ത്രജ്ഞന്മാർ ഉറപ്പിച്ച് പറയുന്നത്. ഈ ഗ്രഹത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ജീവന്റെ സാന്നിധ്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ശാസ്ത്രജ്ഞന്മാരും ആ വഴിക്ക് തന്നെയാണ് ചിന്തിച്ചതും ആ വഴിക്കുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അവിടെ ജീവന്റെ സാധ്യതയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രഹം സൂര്യനിൽ നിന്ന്, ആ ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് എത്ര അകലെയാണ് സഞ്ചരിക്കുന്നതെന്നും ഇതിൻ്റെ വലിപ്പം എത്രയാണ് എന്നുള്ളതുമൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെയൊക്കെ ഉള്ളൊരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഈ ശാസ്ത്രകാരന്മാർ പരിശോധിച്ചത്.
ആ ഗ്രഹത്തിലെ താപനില എന്ന് പറയുന്നത് 530 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അവർക്ക് ബോധ്യമാവുകയും ആ ഗ്രഹത്തിൽ ജീവന്റെ സാധ്യത ഉള്ളതിന് ഏതൊരു ലക്ഷണവും ഇല്ല എന്നും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രഹം ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിച്ച് അങ്ങോട്ടെങ്ങാനും പോയാൽ അവിടെ ഇറങ്ങാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പിന്നെ ജീവന്റെ സാധ്യത തിരയാതിരിക്കുന്നതാണ് ഭംഗി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ടെലസ്കോപ്പ് മറ്റ് ദിശകളിലേക്കൊക്കെ തിരിച്ച് വേറെ ഗ്രഹങ്ങളെയൊക്കെ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ ഗാലക്സിയിൽ 300 മില്യൺ ജീവിക്കാൻ ഉതകുന്ന ജീവന്റെ സാധ്യതകളുള്ള ഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 5000 എക്സോ പ്ലാനറ്റുകളും നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടെന്ന് ഇവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 2018 നവംബറിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ 5000 എക്സോ പ്ലാനറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ കൃത്യമായിട്ട് ജീവന്റെ സാന്നിധ്യം കാണുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. ഇതിലൊരു എക്കോ പ്ലാനറ്റിന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പേര് നൽകിയിരിക്കുന്നത് ട്രാപ്പിസ്റ്റ് 1e എന്നാണ്. ഈ ഗ്രഹത്തിൽ വളരെ തണുത്തുറഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കുള്ളൻ ഗ്രഹമാണെന്നും ഈ ഗ്രഹത്തിന് ഭൂമിയോടൊപ്പം തന്നെ വലിപ്പമുണ്ടെന്നും ഇതിലെ അന്തരീക്ഷം ജീവൻ നിലനിൽക്കാൻ പര്യാപ്തമാണ് എന്നുമൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രതലത്തിൽ ധാരാളം പാറക്കൂട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇതിലെ തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ ദ്രവരൂപത്തിലുള്ള ജലം കാണാനുള്ള സാധ്യതയുണ്ടെന്നും ജലത്തെ മുഴുവൻ ഐസാക്കാനുള്ള ഒരു അന്തരീക്ഷ ഊഷ്മാവ് ഈ ഗ്രഹത്തിന് ഇല്ല എന്നൊക്കെയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുടെ അളവ് കുറയ്ക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്. നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഈ വരുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഗ്രഹത്തിന് നേരെ തിരിച്ചു വയ്ക്കപ്പെടുമെന്നും ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും ഈ ഗ്രഹത്തിനെ കുറിച്ചുമൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്തുമെന്നും കൂടുതൽ മിഴിവുള്ള ചിത്രങ്ങൾ എടുക്കുമെന്നും ആ ചിത്രങ്ങളൊക്കെ വിശകലനം ചെയ്ത് അവിടെ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെല്ലാം തന്നെ വളരെ വലിയ ചരിത്രങ്ങളാണ്. മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തീർച്ചയായും ഒരു ദിവസം ഭൂമിക്ക് സമാനമായ ഭൂമിയെ പോലെ ജീവൻ നിലനിൽക്കുന്ന ഒരു ഗ്രഹത്തിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. അത്തരമൊരു ഗ്രഹത്തിലേക്കുള്ളൊരു യാത്രയുടെ തുടക്കമാകട്ടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം.